നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്. വർക്ക്, എനർജി ആൻഡ് പവർ. വർക്ക്, എനർജി, പവർ. ഈ മൂന്ന് ടേമുകളും നിങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. വർക്ക്, എനർജി ആൻഡ് പവർ. എനിക്ക് തോന്നുന്നു 9ാം ക്ലാസ്സിലാണ് നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചിട്ടുള്ളത്. 9ാം ക്ലാസ്സിലാണ് പഠിച്ചേക്കുന്നത്. അപ്പോൾ ഓരോ ടേമായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. എന്താണ് വർക്ക്? എന്താണ് വർക്ക്? ഈ വർക്ക് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഡോട്ട് പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഡോട്ട് പ്രോഡക്റ്റ് നമ്മളെ ചാപ്റ്റർ തുടക്കം ഡോട്ട് പ്രോഡക്റ്റ് ആണ്. പക്ഷെ നമ്മൾ വ്യക്തത എന്ന ചാപ്റ്ററിൽ ഡോട്ട് പ്രോഡക്റ്റിനെ കുറിച്ച് നല്ലതുപോലെ പഠിച്ചത് കൊണ്ടാണ് പിന്നെ ഇതിലേക്ക് പോകാത്തത്. എങ്കിലും 1-2 കാര്യങ്ങൾ പറഞ്ഞേക്കാം. 2 വെക്ടേഴ്സ് എയും ബിയുമാണ്. അവ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ എ ഡോട്ട് ബി നിങ്ങൾ എങ്ങനെ എഴുതുന്നത്? എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റ എന്നായിരുന്നു. എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റ. 2 വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ എപ്പോഴും നമുക്ക് കിട്ടുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് ഡോട്ട് പ്രോഡക്റ്റിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സ്കേലാർ പ്രോഡക്റ്റ് എന്ന് വിളിക്കും. ഡോട്ട് പ്രോഡക്റ്റ് ഈസ് ആൾസോ കോൾഡ് സ്കേലാർ പ്രോഡക്റ്റ്. അപ്പൊ എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റ ആണെങ്കിൽ എയും ബിയും വെക്ടർ ആണെങ്കിൽ കിട്ടുന്ന ഡോട്ട് പ്രോഡക്റ്റ് ഒരിക്കലും വെക്ടർ അല്ല, സ്കേലാർ ആണ്. അതുപോലെ പ്രോപ്പർട്ടി ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഐ ഡോട്ട് ഐ 1, ജെ ഡോട്ട് ജെ 1, കെ ഡോട്ട് കെ 1, ഐ ഡോട്ട് ജെ, ജെ ഡോട്ട് കെ ഡോട്ട് ഐ ഇത് 0 ആണ്. 2 വെക്ടേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവിടെ ഡോട്ട് പ്രോഡക്റ്റ് എപ്പോഴും 0 ആയിരിക്കും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോ എന്താണ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാം എപ്പോഴാണ് വർക്ക് ചെയ്തെന്ന് പറയുന്നത്? നമ്മൾ നമ്മൾ പലതരത്തിലുള്ള വർക്കിൽ നമ്മൾ ഏർപ്പെടാറുണ്ട് അല്ലേ? നമുക്ക് ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഹോംവർക്കുകൾ, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നു, പഠിക്കുന്നു, കിടക്കുന്നു, ഓടുന്നു, ഇതെല്ലാം നമ്മുടെ വർക്കുകളാണ്. പക്ഷെ ഈ വർക്കുകളൊന്നും നമ്മുടെ ഫിസിക്സ് വർക്കുമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പൊ എന്താണ് വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു ബ്ലോക്കിൽ ഒരു ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ആ ബോഡി എന്ത് ചെയ്യും? മൂവ് ചെയ്യുമോ ഇല്ലയോ? ഒരു ബ്ലോക്കിൽ നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ആ ബോഡി മൂവ് ചെയ്യാതിരിക്കാം. മൂവ് ചെയ്യുകയാണെങ്കിൽ, ആ ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾ വർക്ക് ചെയ്തു. എന്തുകൊണ്ടാണ് മൂവ് ചെയ്തത്? നിങ്ങൾ ഫോഴ്സ് കൊടുത്തു. ആ ഫോഴ്സിന്റെ എഫക്റ്റ് കൊണ്ട് ബോഡിക്ക് മൂവ്മെന്റ് ഉണ്ടാകണം. ആ ഫോഴ്സിന്റെ ഫലമായിട്ട് ബോഡി മൂവ് ചെയ്യണം. മൂവ് ചെയ്യുന്ന എങ്ങോട്ടാ? ഫോഴ്സിന്റെ ഡയറക്ഷനിലായിരിക്കുകയും വേണം. അങ്ങനെ ഫോഴ്സിന്റെ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റും. അപ്പൊ വർക്ക് ഈസ് ഡൺ ബൈ എ ഫോഴ്സ് ഇഫ് ദ ബോഡി ഡിസ്പ്ലേസസ് വിത്ത് ദ ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ ആപ്ലിക്കേഷൻ ഫലമായിട്ട് ആ ബോഡിക്ക് മൂവ്മെന്റ് ഉണ്ടായെങ്കിൽ നമുക്ക് എന്ത് ചെയ്തു? നമ്മൾ വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റും. അപ്പോ ഞാൻ ബ്ലോക്ക് സങ്കല്പിക്കും. ഇതൊരു ബ്ലോക്ക്. ഈ ബ്ലോക്കിൽ ഞാൻ ഇങ്ങനെ ഫോഴ്സ് കൊടുത്തു, എഫ് എന്നൊരു ഫോഴ്സ് കൊടുത്തു. ഇങ്ങനെ എഫ് എന്നൊരു ഫോഴ്സ് കൊടുത്താൽ ഈ ബ്ലോക്ക് എന്താണ്? ഡിസ്പ്ലേസ് ചെയ്യും. ബ്ലോക്ക് ഡിസ്പ്ലേസ് ഇങ്ങോട്ട് മാറി. ഏതൊരു ബോഡിക്ക് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ ബോഡിയുടെ സെന്റർ ഓഫ് മാസ് മുതൽ സെന്റർ ഓഫ് മാസ് വരെയാണ്. 1ാമത്തെ പോയിന്റിലെ സെന്റർ ഓഫ് മാസ് എവിടെയാണോ ആ പോയിന്റ് മുതൽ അടുത്ത ബോഡി എത്തുമ്പോൾ സെന്റർ ഓഫ് മാസ് എവിടെയാണോ അവിടം വരെയാണ് ഡിസ്പ്ലേസ്മെന്റ്. എന്ന് വെച്ചാൽ ഇതിന്റെ സെന്റർ ഓഫ് മാസ് നടുക്കാണ് സങ്കല്പിച്ചാൽ ഇതായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് എസ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എസ് സങ്കല്പിച്ചേ. അപ്പൊ നിങ്ങൾ കൊടുത്ത ഫോഴ്സ് എഫ് അല്ലേ, ഡിസ്പ്ലേസ്മെന്റ് എസ് അല്ലേ? എങ്കിൽ നിങ്ങൾക്ക് പറയാം വർക്ക് ഡൺ W is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഈ ഡിസ്പ്ലേസ്മെന്റ് എടുക്കുന്നത് എപ്പോഴും ഫോഴ്സിന്റെ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് തന്നെ എടുക്കണം. ഫോഴ്സിന്റെ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ പ്രത്യേകം പഠിക്കുക, വർക്ക് മെഷർ ചെയ്യുന്നത് ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. പക്ഷെ ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഫോഴ്സിന്റെ ഡയറക്ഷനിലായിരിക്കണം. W is equal to F into S എന്ന് എഴുതാം. ആ വർക്ക് ഡൺ ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് കിട്ടിയില്ലേ? ഇനി ഞാൻ എടുക്കുന്ന ഈ ബ്ലോക്ക് തറയിരിക്കുകയാണ്. ഈ ബ്ലോക്കിൽ ഈ ഡയറക്ഷനിലാണ് ഫോഴ്സ് കൊടുക്കുന്നെങ്കിൽ
ചരിഞ്ഞാണ് ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ അറ്റ് ആൻ ആംഗിളിലാണ് ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ, അതായത് ഇത് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, ഈ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ, ഇങ്ങനെയാണ് ഫോഴ്സ് കൊടുക്കുന്നതെങ്കിലോ ബ്ലോക്കിൽ ഇങ്ങനെ ഫോഴ്സ് കൊടുത്താൽ ബ്ലോക്ക് എങ്ങോട്ട് മൂവ് ചെയ്യും? ഈ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുത്താൽ ഒരിക്കലും ബ്ലോക്ക് ഇങ്ങോട്ട് പോകത്തില്ല, പോവും. തറയിരിക്കുന്ന ഒരു ചാക്ക് കെട്ടിന് ഇവിടെ കയറ് കെട്ടി വലിക്കുകയാണ്. തറയിരിക്കുന്ന വലിയ ചാക്ക് കെട്ട് കയറ് കെട്ടി വലിച്ചാൽ ആ ചാക്ക് കെട്ട് കയറിലൂടെ മുകളിലോട്ട് കയറി പോവില്ലല്ലോ, തറയിൽ കൂടെ നിരങ്ങിയല്ലേ പോവുള്ളൂ. പക്ഷെ നമ്മൾ വലിക്കുന്ന എങ്ങനെയാ? ഒരു ആംഗിളല്ലേ വലിക്കുന്നത്. നിന്നോണ്ട് വലിക്കുമ്പോൾ ഒരു ചരട് നിൽക്കുന്നത് ഒരു ആംഗിളിലാണ് നിൽക്കുന്നത്. അപ്പൊ ആംഗിൾ തീറ്റയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും ഇങ്ങോട്ടാണ്. ഈ ബ്ലോക്കിനെ മൂവ് ചെയ്യിപ്പിക്കുന്ന ഫോഴ്സ് എഫ് അല്ല, കാരണം ഇതിന്റെ കമ്പോണന്റാണ്. ഇങ്ങനെ ഫോഴ്സ് കൊടുത്താൽ എഫ് കോസ് തീറ്റ എന്ന ഫോഴ്സ് ആണ് ഈ ബ്ലോക്കിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്. എഫ് സൈൻ തീറ്റ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തുവരും? വെർട്ടിക്കലായിട്ട് വരും. ആ എഫ് സൈൻ തീറ്റ ഫോഴ്സിനെ ആര് ബാലൻസ് ചെയ്തോളും? എം ജി ബാലൻസ് ചെയ്തോളും. മനസ്സിലായില്ലേ? ഒരിക്കലും ബ്ലോക്കിന് ഈ ഡയറക്ഷനിൽ മോഷൻ ഉണ്ടാകത്തില്ല, കാരണം എഫ് സൈൻ തീറ്റ ഇസ് ബാലൻസ്ഡ് ബൈ ആര്? എഫ് സൈൻ തീറ്റ ഇസ് ബാലൻസ്ഡ് ബൈ എം ജി. അപ്പൊ നിങ്ങൾ കൊടുത്ത ഫോഴ്സ് എഫ് അറ്റ് ആൻ ആംഗിൾ തീറ്റയിൽ കൊടുത്തു. ഓക്കെ, കൊടുത്തെങ്കിൽ എഫ് കോസ് തീറ്റയല്ലേ ഫോഴ്സ്, ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഈ എഫ് കോസ് തീറ്റ എന്ന ഫോഴ്സിന്റെ ഡയറക്ഷനല്ലേ ഡിസ്പ്ലേസ്മെന്റ് വന്നേക്കുന്നത്? എഫ് കോസ് തീറ്റ എന്ന ഫോഴ്സിന്റെ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് എസ് വന്നേക്കുന്നത്. എങ്കിൽ വർക്ക് ഡൺ ഡബ്ല്യു ഇസ് ഈക്വൽ എന്ത് എഴുതാം? ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇവിടുത്തെ എഫിന് പകരം എന്ത് വരുന്നു? എഫ് കോസ് തീറ്റ വരുന്നു. കാരണം ആ എഫ് കോസ് തീറ്റ എന്ന കമ്പോണന്റ് ഫോഴ്സ് ആണ് ഈ ബ്ലോക്കിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഇതെടുക്കുക, എഫ് കോസ് തീറ്റ ഇൻറ്റു എസ് എന്ന് എഴുതാം. എഫ് കോസ് തീറ്റ ഇൻറ്റു എസ്. അപ്പൊ ഡബ്ല്യു ഇസ് ഈക്വൽ ഇങ്ങനെ എഴുതി കൂടെ? എഫ് എസ് കോസ് തീറ്റ എന്ന് എഴുതി കൂടെ? ഇവിടെ തീറ്റ ആരൊക്കെ മേക്ക് ചെയ്യുന്ന ആംഗിളാണ്? തീറ്റ എന്ന് പറഞ്ഞാൽ എസും എഫുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ അല്ലേ? അതായത് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക അല്ലെങ്കിൽ പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്ക് എഫ് എസ് കോസ് തീറ്റ വന്നു കഴിഞ്ഞാൽ ഈ തീറ്റ എന്ന് പറയുന്നത് എഫിനും എസിനും ഇടയ്ക്ക് ഉള്ള ആംഗിളാണ്. അപ്പൊ എ ബി കോസ് തീറ്റ പോലെയല്ലേ വന്നേക്കുന്നത്? എ ബി കോസ് തീറ്റ മീൻസ് എ ഡോട്ട് ബി അല്ലേ? അപ്പൊ വർക്ക് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എനിക്ക് എഫ് ഡോട്ട് എസ് എന്ന് എഴുതാം. വർക്ക് ഈസ് ദ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ആര്? ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റ് ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ആര്? വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ വർക്ക് എന്താണ്? വർക്ക് എങ്ങനെ ചെയ്യുന്നു പറയുന്നത്? വർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ബ്ലോക്കിൽ അല്ലെങ്കിൽ ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുക. ആ ഫോഴ്സിന്റെ എഫക്റ്റ് കൊണ്ട് ബോഡിക്ക് മൂവ്മെന്റ് ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു പറയാം? വർക്ക് ചെയ്യുന്നു പറയാം. ഇപ്പൊ വർക്ക് ഈസ് മെഷർഡ് ആസ് ഫോഴ്സ് ഇൻ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പഠിക്കുമ്പോൾ ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനിലായിരിക്കണം, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഫോഴ്സിന്റെ ഡയറക്ഷനിലായിരിക്കണം. രണ്ടും ഒരേ ഡയറക്ഷനിൽ വരണം. ഇവിടെ നോക്കുക, ഇവിടെ എഫ് എസ് ഒരേ ഡയറക്ഷൻ, ഇവിടെ എഫ് കോസ് തീറ്റയും എസ് ഒരേ ഡയറക്ഷൻ. അതുകൊണ്ട് ഡബ്ല്യു ഇസ് ഈക്വൽ ചെയ്തത് എഫ് കോസ് തീറ്റ ഇൻറ്റു എസ് എഴുതിയത്. ഇപ്പൊ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വർക്ക് കണ്ടുപിടിക്കാനുള്ള മാത്തമാറ്റിക്കൽ ഫോർമുല ചോദിച്ചാൽ ഒരിക്കലും എഫ് ഇൻറ്റു എസ് എന്നല്ല എഴുതേണ്ടത്, പിന്നെയോ എഫ് എസ് കോസ് തീറ്റ എന്ന് തന്നെ എഴുതണം. വർക്ക് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ അങ്ങനെ തന്നെ എഴുതണം. ഡബ്ല്യു ഇസ് ഈക്വൽ എഫ് ഡോട്ട് എസ്. വർക്ക് ഈസ് ദ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും വെക്ടർ ആണെങ്കിലും വർക്ക് ഒരിക്കലും വെക്ടർ ക്വാണ്ടിറ്റി അല്ല. കാരണം രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും സ്കേലാറാണ്. ഡബ്ല്യു ഇസ് ലെഫ്റ്റ് ഡോട്ട് എസ്. ശരി, വർക്കിന്റെ യൂണിറ്റ് എഴുതി. യൂണിറ്റ് ഓഫ് വർക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. യൂണിറ്റ് ഓഫ് വർക്ക് യൂണിറ്റ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ അല്ലേ? സംശയമില്ലല്ലോ. ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ ആണെങ്കിൽ എഫിനും എസിനും തീറ്റയ്ക്കും യൂണിറ്റ് കൊടുത്തേ. ഫോഴ്സിന് ന്യൂട്ടൺ, ഡിസ്പ്ലേസ്മെന്റ് മീറ്റർ, കോസ് തീറ്റയ്ക്ക് യൂണിറ്റ് ഇല്ല. അപ്പൊ എന്തോന്നു? ന്യൂട്ടൺ മീറ്റർ വന്നില്ലേ? അപ്പൊ ദ യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് ന്യൂട്ടൺ മീറ്റർ. ഈ ന്യൂട്ടൺ മീറ്ററിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ജൂൾ. റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ജി, എഴുതുന്നത് സ്മാൾ ലെറ്ററിലാണ്.
എഴുതുന്ന ജെ സ്മാൾ ലെറ്റർ ആണ്, പക്ഷെ യൂണിറ്റിന്റെ സിമ്പൽ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആണ്. അപ്പൊ വർക്കിന്റെ ബേസിക് യൂണിറ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ ആണ്. ആ ന്യൂട്ടൺ മീറ്ററിനെ അറിയപ്പെടുന്ന പേരാണ് ജൂൾ. അപ്പൊ ദ യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് ജൂൾ. അപ്പൊ ചോദിക്കുന്നു, ഹൗ യു കൻ ഡിഫൈൻ ഓൺ ജൂൾ? ഒരു ജൂളിനെ നിങ്ങൾക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒരു ജൂളിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? നോക്കാം, 1 ന്യൂട്ടൺ 1 മീറ്റർ, അതല്ലേ ഒരു ജൂൾ? 1 ന്യൂട്ടൺ 1 മീറ്റർ. ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ അല്ലേ ജൂൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം, നിങ്ങൾ ബ്ലോക്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തില്ലേ? നിങ്ങൾ കൊടുത്ത ഫോഴ്സ് 1 ന്യൂട്ടൺ. 1 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പൊ ബ്ലോക്ക് എത്ര മൂവ് ചെയ്തു? 1 മീറ്റർ ആണ് മൂവ് ചെയ്തെങ്കിലോ? നിങ്ങൾ കൊടുത്ത ഫോഴ്സ് 1 ന്യൂട്ടൺ, ബ്ലോക്ക് മൂവ് ചെയ്ത ഡിസ്റ്റൻസും 1 മീറ്റർ എങ്കിൽ നിങ്ങൾ ചെയ്ത വർക്ക് എത്ര? 1 ന്യൂട്ടൺ മീറ്റർ അല്ലേ? ദാറ്റ് ഈസ് കോൾഡ് ഓൺ ജൂൾ. അപ്പൊ the unit of work is joule, which is defined as when a force of 1 Newton displaces the body through a distance of 1 meter. 1 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ആ 1 ന്യൂട്ടൺ ഫോഴ്സിന്റെ ഫലമായിട്ട് ആ ബ്ലോക്കിന് 1 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? നിങ്ങൾ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ ആണെന്ന് പറയാൻ പറ്റും. 1 ന്യൂട്ടൺ. അപ്പൊ ഡയമെൻഷനോ? ഡയമെൻഷൻ വർക്ക് എടുത്ത് നോക്കി. ഡയമെൻഷൻ വർക്ക് എടുത്താൽ പറഞ്ഞേ, ഫോഴ്സിന് ഫോഴ്സ് mL/2 അല്ലേ? ഫോഴ്സിന് mL/2. ഡിസ്പ്ലേസ്മെന്റ് L. കോസ് തീറ്റയ്ക്ക് ഡയമെൻഷൻ ഇല്ല. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഏത് വന്നാലും എന്തില്ല? ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഏത് വന്നാലും ഡയമെൻഷൻ ഇല്ല എന്ന് ഓർത്തോളുക. അപ്പോ mL/2 × L ഈക്വൽ എത്ര? mL²T². ഇതാണ് ഡയമെൻഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ വർക്ക് സ്കേലർ ആണ്, യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്, ന്യൂട്ടൺ മീറ്ററിന് അറിയപ്പെടുന്ന പേരാണ് ജൂള്. അതുപോലെ തന്നെ വർക്കിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് mL²T² ആണ്. mL²T². അപ്പൊ ഇത്രയും വർക്കിനെ കുറിച്ച് ഒരു ബേസ്. വർക്ക് എന്താണ്, വർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, വർക്കിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുല എന്താണ്, വർക്കിന്റെ യൂണിറ്റ് എന്താണ്, വർക്കിന്റെ ഡയമെൻഷൻ എന്താണ്, വർക്കിന്റെ യൂണിറ്റ് ആയ ജൂളിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾ സംശയമൊന്നുമില്ല. ഓക്കെ.